ദേഷ്യപ്പെടുന്ന എല്ലാവരും ക്രൂരന്മാരല്ല. ചിലരുടെ ദേഷ്യം എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നുള്ള നിലവിളിയാണ്. അവരുടെ സങ്കടങ്ങളെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഉച്ചത്തിൽ പറയാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. ഈ പൊട്ടിത്തെറി കഴിഞ്ഞൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ കൺകൊണ്ടൊരു നനവ് കാണാം. കാരണം ഇങ്ങനെ ചൂടായതിൽ ഏറ്റവും അധികം വിഷമിക്കുന്നതും അവർ തന്നെയായിരിക്കും. അഹങ്കാരം കൊണ്ടോ അധികാരം കൊണ്ടോ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്ന ആൾക്കാരെ പറ്റിയല്ല ഈ പറയുന്നത് കേട്ടോ. കുട്ടിക്കാലത്ത് എന്നോ ഒറ്റപ്പെട്ടു പോയവർ, എന്തെങ്കിലുമൊക്കെ ട്രോമകൾ ഉള്ളവർ, ഇഷ്ടമുള്ളവരോട് ആവശ്യത്തിൽ കൂടുതൽ നൈസായി പെരുമാറി എഫേർട്ട് ഇട്ട് ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നവർ, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവർ. പലപ്പോഴും ഇവരുടെ എക്സ്പെക്ടേഷൻ ലെവല് വളരെ ലോ ആവാറാണ് പതിവ്. ഇവരെ ഒന്ന് അക്നോളജ് ചെയ്യുക, ഒന്ന് സ്നേഹിച്ച് ചേർത്ത് നിർത്തുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒറ്റപ്പെടുത്താതെ നോക്കുക. ഒറ്റപ്പെടുക എന്നതാണ് ഇവർ ഏറ്റവും അധികം ഭയക്കുന്ന കാര്യം. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ഇവർക്ക് തിരിച്ചു കിട്ടാറില്ല കേട്ടോ. ഇവർക്ക് എന്നും അങ്ങോട്ട് കൊടുക്കാനേ യോഗമുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാത്തതിന് ഇവർക്ക് ഉള്ളിൽ വിഷമം തോന്നിയാലും ഇവരത് കാര്യമാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും ആൾക്കാർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കണക്കാക്കും. ഇയാൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ആരും വാല്യൂ കാണില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ അർഹിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് ഇയാൾക്ക് പലപ്പോഴും കിട്ടാറില്ല. സോ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇങ്ങനെ തള്ളി ഉന്തി പോവും. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും അഥവാ ഇയാളുടെ ലിമിറ്റ് പോയി ഇയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ കഴിഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ ചെയ്തു തരാൻ എന്നായിരിക്കും ആദ്യത്തെ റിപ്ലൈ. ഇത്ര നാളും ഇങ്ങനൊരാളെ ഇയാളുടെ ലൈഫിൽ ആവശ്യമേ ഇല്ലായിരുന്നു എന്ന പോലെ. യെസ്, ദേഷ്യപ്പെടുന്ന എല്ലാവരും ക്രൂരന്മാരല്ല. ചിലരുടെയെങ്കിലും ദേഷ്യം എന്നെ ഒന്ന് മനസ്സിലാക്കൂ, എന്നെ ഒന്ന് ചേർത്തു നിർത്തൂ എന്നുള്ള നിലവിളി തന്നെയാണ്.